ഈ പോലീസ് തലപ്പത്ത് കളങ്കമേൽക്കാതെ നിൽക്കുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് ഒരുപക്ഷെ ഇവിടുത്തെ ഭരണാധികാരികൾ യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയും കൊടുക്കില്ല എന്നാണ് തെളിയുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരും ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പട്ടികയിലേക്ക് യോഗേഷ് ഗുപ്തയും മാറുകയാണ്. ആണല്ലോ വിജയനാഥെ, നമുക്ക് ക്ലിയറായിട്ടൊരു പിക്ചർ അതിൽ കണ്ടെത്താൻ പറ്റും. വളരെ വ്യക്തമായൊരു ചിത്രം നൽകാം. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ, ഇറാനെതിരെ നടക്കുന്ന യുദ്ധം, ആ രീതിയിലൊരു സംഭവമാണ് നടക്കുന്നത്. അതിൻ്റെ ഗുട്ടൻസ് ഇത്രയേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് എതിരെ നട്ടലിലൂടെ മധ്യ ഏഷ്യയിൽ ഏത് ഭരണാധികാരി നിന്നാലും അവരെ തട്ടും. അത് സദ്ദാം ഹുസൈൻ ആയിക്കോട്ടെ, അയത്തുള്ള പഹ്ലവി ഖൊമൈനി ആവട്ടെ, ആരായാലും ശരി അമേരിക്ക തട്ടിയിരിക്കും, അവരെ ഒതുക്കിയിരിക്കും. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ പിണറായി വിജയനും. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത, തൻ്റെ പിണിയാളുകളായി നിൽക്കാത്തവരെ പിണറായി ഇടിച്ചു നിരത്തും. ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നമ്മൾ നേരത്തെ തന്നെ കണ്ടു തുടങ്ങിയതാണ്. നോക്കൂ, വളരെ സത്യസന്ധനായിട്ടുള്ള, കള്ളം പറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു TP സെൻകുമാർ എന്ന് പറയുന്നത്. TP ചന്ദ്രശേഖരൻ കേസിൽ അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിലപാടെടുത്ത് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഉള്ള അന്വേഷണം നടത്തി. ഒരു ഭരണാധികാരിയെയും പീഡിപ്പിക്കാനോ അവരെ അനുനയിപ്പിക്കാനോ ശ്രമിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ചുമതല അദ്ദേഹം നിർവഹിച്ചു. യഥാർത്ഥ പ്രതികൾക്ക് കൈവിലങ്ങു വീണു. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അർഹമായിരുന്ന ഒരു പ്രൊമോഷൻ നിഷേധിച്ചുകൊണ്ട് DGP റാങ്കിലേക്ക് അദ്ദേഹത്തെ വരുത്താതെ കൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ പോലുള്ള വകുപ്പിലേക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തി ശിക്ഷിച്ചത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ TP സെൻകുമാർ സത്യസന്ധനും അതുപോലെ തന്നെ കാല് വീണ് മാപ്പ് അപേക്ഷിക്കാൻ പോകാത്ത ആളുമായതുകൊണ്ട് അദ്ദേഹം നേരെ നിയമ വഴിയിലൂടെ പോരാടി, നിയമ പോരാട്ടം നടത്തി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി വിധിച്ചു, ഇദ്ദേഹത്തെ ഒരു കാരണവശാലും അപമാനിക്കരുത്, DGP റാങ്കിൽ തന്നെ കുടിയിരുത്തണമെന്ന് കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് എതിരെ കടുത്ത വിമർശനം നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടു. നെൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹത്തിന് DGP ആയി. പക്ഷേ ഈ കേസെല്ലാം ജയിച്ചു വന്നപ്പോഴത്തേക്ക് DGP പദവിയിലിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുപോയി. പക്ഷേ നിയമ പോരാട്ടത്തിലൂടെ ഒരു മോറൽ വിക്ടറി, ധാർമ്മികമായിട്ടുള്ള വിജയം അദ്ദേഹം കൈവരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. അധികാര ശക്തി ഉപയോഗിച്ചുള്ള ദ്രോഹം. ഞാൻ പറയുന്നതല്ല, ഇത് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. TP സെൻകുമാറിനെതിരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി നടത്തിയത് അധികാര ശക്തി ഉപയോഗിച്ചുള്ള ദ്രോഹം. അന്നപ്പം TP ചന്ദ്രശേഖരൻ കേസിൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള, മെറിറ്റ് അനുസരിച്ചുള്ള ഒരു സ്റ്റാൻസ് എടുത്തതിൻ്റെ പേരിലായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഈ അപമാനിക്കൽ നടപടി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിന് സമയമല്ല വിസ്തരിക്കാൻ. പക്ഷേ എന്താ യോഗേഷ് ഗുപ്തയ്ക്ക് പറ്റിയത്? സമാനമായിട്ടുള്ളൊരു സംഭവം. അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയ്ക്കെതിരെ ഉള്ള ബിനാമി ഇടപാടുകൾ അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹമാണത് അന്വേഷണ ചുമതല നിർവഹിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത്. ധൈര്യമായിട്ട്, തൻ്റെ ഇടമായിട്ട്, സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താ, അത്തരം ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വിളിക്കാത്ത ഒരു യോഗത്തിൽ പോയി പങ്കെടുത്തുകൊണ്ട് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അപമാനിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രസംഗം നടത്തി അതിൻ്റെ വീഡിയോ നാട്ടിലുടനീളം അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാവുകയില്ലായിരുന്നു എന്നുള്ള ഒരു പോലീസ് ബോധ്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ശുപാർശ ചെയ്തത്. ഇതാണ് പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിട്ട് മാറിയത്. അതിൻ്റെ പേരിൽ ഇപ്പോഴും അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം?
കേന്ദ്ര സർവീസിൽ ഇവിടെ ഇരുന്നതിന് രക്ഷയില്ല, മറ്റൊരു TP സെൻകുമാറായിട്ട് താൻ മാറും എന്നറിയാവുന്നത് കൊണ്ട് കേന്ദ്ര സർവീസിലേക്ക് അദ്ദേഹം ഓപ്ഷൻ ഡെപ്യൂട്ടേഷൻ. പക്ഷേ അതിന് ക്ലിയറൻസ് കൊടുക്കണം. അത് സാധാരണഗതിയിൽ കേന്ദ്ര സർവീസ് റൂൾസ് അനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം, ക്ലിയറൻസ് വേണം. ഇത് തന്നെയാണ് P. വിജയനോടും കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ P. വിജയനോട് ഇത് തന്നെ കാണിച്ചു. അങ്ങനെ ഒരുപാട് പേരുണ്ട് ബലിയാടുകൾ. പോലീസിൻ്റെ ഉയർന്ന റാങ്കിലുള്ളവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കായംകുളത്തുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി. അങ്ങനെ അത് പറഞ്ഞിട്ട് ക്ലിയർ ആക്കട്ടെ. കായംകുളത്തുള്ള MLA-യുടെ മകൻ ഒരു കേസിൽ പെട്ടു, പ്രതിഭാകാരി. ആ 2 ഒരു സർക്കിൾ ഇൻസ്പെക്ടറെയും വേറൊരു പോലീസുകാരനെയും അതൊന്നും താരേക്കടിയിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഇത്. അതുകൊണ്ടാണ് എല്ലാവരും പേടിച്ച് പിണറായി ശാസനം നടപ്പാക്കുന്നതും പിണിയാളുകളായിട്ട് ഇരിക്കുന്നതും. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന അതിനെയാണല്ലോ ഇവരാണായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് നിയമത്തോടല്ലാതെ മറ്റൊരു സ്ഥാപനത്തോടോ വ്യക്തിയോടോ യാതൊരു വിധമായിട്ടുള്ള വിധേയത്വവും ഇല്ലെന്നാണ്. പക്ഷേ ഈ ഡെപ്യൂട്ടേഷൻ എന്തുകൊണ്ട് ഇവർ തടയുന്നു? അവരെ വിട്ടുകഴിഞ്ഞാൽ എന്താ നേരിടുന്ന പ്രശ്നം? എന്താ? പ്രതികാരം ചെയ്യണം. അതാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ദ്രോഹമെന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി. ഞാൻ പറയുന്നു, ഇത് അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികാരമാണ് നടത്തുന്നത്. VS അച്യുതാനന്ദനോട് ചെയ്ത പ്രതികാരം നമ്മൾ കണ്ടതല്ലേ? അത് രാഷ്ട്രീയത്തില്ല, ഇത് IPS ഔദ്യോഗിക രംഗത്തും ഇത് തന്നെയാണ് നിയമം, ഇത് തന്നെയാണ് നടക്കുന്നത്. പ്രതികാരം ചെയ്തിരിക്കും. ആ പ്രതികാരമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അസോസിയേഷൻ പോലും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. അതെ, അതുകൊണ്ടാണ് PV അൻവർ നിലമ്പൂരി പറഞ്ഞത് എന്നെ ചിലപ്പോൾ തട്ടിയേക്കാം എന്ന് പറഞ്ഞത്. അത്രമാത്രം പ്രതികാര ബുദ്ധിയാണ് ഇതിനുള്ളത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രതികാര ബുദ്ധി, പ്രതികാര രാഷ്ട്രീയം, ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികാരം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്നുണ്ടത്. തനിക്കെതിരായിട്ട് പറയുന്നത് ഈവൻ നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ പേരിലും ഉണ്ടാവാം. പക്ഷേ അങ്ങനെ പലരും ഈ വിധേയരായിട്ട് കഴിയുന്നുണ്ട്, പ്രശംസിക്കുന്നവരായിട്ടും മാറുന്നുണ്ട് ചില പത്രപ്രവർത്തകർ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് അതേപോലെ തന്നെയാണ് ഖൊമേനിക്കേരി തനിക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടുകൊണ്ടാണ് ട്രംപ് ഈ അധികാരം മാത്രമല്ല സമ്പത്തിൻ്റെയും ആയുധത്തിൻ്റെയും ഒക്കെ ഒരു ദുരുപയോഗം നടത്തിക്കൊണ്ടുള്ള പ്രതികാരം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആകും, മറ്റൊരു ട്രംപാണ് കേരളത്തിൻ്റെ ഭരണാധികാരി ഈ പ്രതികാരം നിർവഹിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഏർപ്പാടുണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് അഗ്നിരക്ഷാസേനയിലേക്കാണ് ആദ്യം മാറ്റിയത്. ഇപ്പോൾ എങ്ങുമില്ലാതായിരിക്കുക. അപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടതൊന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ പേര് കേസൊന്നുമില്ല എന്നൊന്നും എഴുതണം. പക്ഷേ ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കാൻ പറ്റില്ല. ചീഫ് സെക്രട്ടറി വേണം, അല്ലെങ്കിൽ DGP വേണം. ഇവരെ 2 പേരെയും കണ്ടിട്ട് ഔദ്യോഗികമായിട്ട് അദ്ദേഹം കണ്ടിട്ട് കാല് പിടിക്കാൻ പോയതല്ല, വേണമെന്ന് പറഞ്ഞു. പക്ഷേ 2 പേരും മടങ്ങിയില്ല. മലയാളി അല്ലാത്തത് കൊണ്ട് ഡെപ്യൂട്ടേഷനിൽ പോകാനും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മതിയായി സർവീസ്, പലരും മതിയാക്കി കേന്ദ്ര സർവീസിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം തന്നെയല്ല, ഇവിടെ ഇരുന്നാൽ പ്രതികാരം കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ചു വല്ല BJP ഭരിക്കുന്ന സ്റ്റേറ്റിലും പോയാൽ സുഖമായിട്ട് കഴിയാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇദ്ദേഹം പോകുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലിയറൻസിനുള്ള ഇത്. മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ ക്ലിയറാണ്, പക്ഷേ ഒപ്പിടുന്നില്ല, അവിടെ വെച്ചുകൊണ്ടിരിക്കുക, പിന്നെയും താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിരിക്കുക, നിങ്ങൾ നോക്കൂ അതിൻ്റെ രസം, നിങ്ങൾ DGP ആവാനുള്ള അവകാശവാദം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തരാം, കണ്ടീഷൻ വെച്ച്. ഇതുപോലെ തന്നെയാണ് ഖൊമേനിയുടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കീഴടങ്ങുക അല്ലെങ്കിൽ ആണവ ബോംബ് വികസിപ്പിക്കത്തില്ല എന്നുള്ള കരാറിൽ എഴുതി ഒപ്പിട്ട് തരിക, തന്നാൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാം, ഞങ്ങൾ ഈ ആക്രമണം നടത്തുകയില്ല. അതുപോലൊരു കരാർ. എന്നാൽ പിന്നെ ഈ കരാർ പാകിസ്ഥാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാത്ത എന്താ? നോർത്ത് കൊറിയയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാത്ത എന്താ? ഇന്ത്യയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാത്ത എന്താ? അതൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ പേടി അല്ലെങ്കിൽ വിധേയരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതാവുമ്പോൾ ഇയാൾ ഞങ്ങളെ വഴങ്ങിയിട്ടില്ല, ഞങ്ങളെ ബഹുമാനിക്കേണ്ട പോലൊക്കെ ബഹുമാനിക്കാതെ ഇങ്ങനെ നിങ്ങൾ സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. ഇത് തന്നെയാണ് യോഗേഷ് ഗുപ്തയ്ക്കും സംഭവിച്ചത്. ആ കേസിൽ PP ദേവിക്കെതിരെ സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ശിക്ഷയാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കേണ്ടതാണ്. അതിൻ്റെ പ്രതീകമായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. നാളെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.